Yes, students. So, in the last class, we discussed about the different speech sounds, that is, vowels and consonants. We discussed about its classification, and we also discussed a few examples. I hope you're clear with those speech sounds. In today's session, we'll be focusing on certain aspects which are related to the speech. Okay, so we'll focus on stress, intonation, and rhythm for the time being. അപ്പോൾ സ്പീച്ച് സൗണ്ട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് സ്ട്രെസ്. What is a stress? To define stress, stress is defined as varying degree of emphasis or force with which sounds are produced. ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചില വാക്കുകൾക്ക് നമ്മൾ സ്ട്രെസ്സ് കൊടുക്കും, ചില വാക്കുകൾ അൺസ്ട്രെസ്ഡ് ആണ്. സോ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് സ്ട്രെസ്ഡ് വേർഡ്സ് ആൻഡ് അൺസ്ട്രെസ്ഡ് വേർഡ്സ്. ഓക്കെ, അപ്പം ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ചില വാക്കുകളിൽ നമ്മൾ പറയുന്ന സമയത്ത് അവിടെ കുറച്ച് കൂടുതൽ പ്രഷർ അല്ലെങ്കിൽ കൂടുതൽ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ചില വാക്കുകൾ നമ്മളെ തീരെ പ്രഷർ കൊടുക്കാതെയാണ് ഉച്ചരിക്കുന്നത്. അങ്ങനെ ആ ഒരു സ്പീച്ചിൻ്റെ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയാം. സോ ഓൾ ഫൊനീംസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആർ നോട്ട് സ്പോക്കൺ വിത്ത് ദ സെയിം ഡിഗ്രി ഓഫ് ഫോഴ്സ്. ഇറ്റ് വേരീസ്. ഓക്കെ, സോ സ്ട്രെസ് ക്യാൻ ബി ഓഫ് ടു ടൈപ്സ്. രണ്ട് ടൈപ്പ് സ്ട്രെസ് ഉണ്ട്. വൺ ഇസ് വേർഡ് സ്ട്രെസ് ആൻഡ് ദി അതർ വൺ ഇസ് ദി ഫ്രേസൽ സ്ട്രെസ്. വേർഡ് സ്ട്രെസ് എന്ന് വെച്ചാൽ ചില വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ചില പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യും, സ്ട്രെസ്സ് കുറച്ച് പ്രഷർ കൂട്ടിയിട്ട് പറയും. ചില വാക്കുകളിൽ അവിടെ എന്താണ്, ലോ പ്രഷർ മതിയാകും. ഇപ്പം ഞാൻ കൺസിഡർ ദ വേർഡ് ഫേബിൾ. ഫേബിൾ എന്നുള്ള വാക്ക് ഞാൻ പറയുമ്പോൾ ഫേബിൾ അവിടെ ഇനീഷ്യൽ വേർഡായിട്ടുള്ള ഫ് സൗണ്ടിനാണ് ഞാൻ കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നത്, വൈൽ ദ എൻഡിങ് സൗണ്ട് ബി എൽ ഇ ഇസ് അൺസ്ട്രെസ്ഡ്. ഓക്കെ, അപ്പോൾ ഫേബിൾ, ഫാദർ. ഓക്കെ, അപ്പോൾ ഫേബിൾ, ഫാദർ എന്നൊക്കെ പറയുമ്പോൾ ആ ഫ് സൗണ്ടിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി കൺസിഡർ ദ വേർഡ് ടുഡേ. ടുഡേ ഇവിടെ ഞാൻ ടുഡേ എന്നുള്ള വാക്ക് തുടങ്ങുമ്പോൾ ടുഡേ എന്താണ്, ടു എന്നുള്ള സൗണ്ട് അവിടെ അൺസ്ട്രെസ്ഡ് ആണ്. ബട്ട് ഡേ ആ വാക്ക് എൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, അതായത് ഡേ എന്നുള്ള ആ ഒരു പോർഷൻ വരുമ്പോൾ അവിടെ എൻ്റെ സൗണ്ട് റേസ് ആവുന്നുണ്ട്. ടുഡേ, ടുഡേ. അപ്പോൾ ടു എന്നുള്ള സൗണ്ട് അവിടെ അൺസ്ട്രെസ്ഡ് ആണ്, ബട്ട് ഡു സൗണ്ട് ഇസ് സ്ട്രെസ്ഡ്. അതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുക. അപ്പം വാക്കുകളിൽ സ്ട്രെസ്ഡും ഉണ്ടാവും, അൺസ്ട്രെസ്ഡ് സിലബിൾസും ഉണ്ടാവും. ഓക്കെ, ദെൻ കമ്മിങ് ടു സെൻറ്റൻസ് സ്ട്രെസ്. സെൻറ്റൻസ് സ്ട്രെസ് എന്ന് വെച്ചാൽ സെൻറ്റൻസുകളിൽ ചില വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യും, സ്ട്രെസ് ചെയ്യും, ചിലത് നമ്മൾ അൺസ്ട്രെസ് ചെയ്യും. അതായത് കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് നമുക്ക് കൺവേ ചെയ്യേണ്ട മീനിങ്ങിനെ ബേസ് ചെയ്തിട്ട് വി ആൾട്ടർ ദ സ്ട്രെസ്. കൺസിഡർ ദ എക്സാമ്പിൾ, ബ്രിങ് ദോസ് ചെയർസ് ക്ലോസർ. ബ്രിങ് ദോസ് ചെയർസ് ക്ലോസർ അതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഇനി ഞാൻ അതിനെ എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്ത് പറയുന്നത് നോക്കും. അപ്പം ബ്രിങ് ദോസ് ചെയർസ് ക്ലോസർ, ബ്രിങ് ദോസ് ചെയർസ് ക്ലോസർ. ഇവിടെ ഞാൻ ആദ്യത്തെ സെൻറ്റൻസിൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബ്രിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ഷൻ അല്ലെങ്കിൽ വേർബിനാണ്. ഐ വോണ്ട് ദ ആക്ഷൻ ടു ബി ഡൺ. അപ്പോൾ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏതിനാണ്, ബ്രിങ് ദോസ് ചെയർസ് ക്ലോസർ. ഐ വോണ്ട് ദറ്റ് തിങ് റൈറ്റ് നൗ, സോ ബ്രിങ് ഇറ്റ് റൈറ്റ് നൗ. അപ്പോൾ എന്താണ്, ബ്രിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആക്ഷനാണ് ഞാനവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നൗ ലുക്ക് അറ്റ് ദി സെക്കൻഡ് സെൻറ്റൻസ്, ബ്രിങ് ദോസ് ചെയർസ് ക്ലോസർ. ഇൻ ദിസ് സെൻറ്റൻസ് ഐ എം പോയിൻറ്റിങ് ഓൺ സം പെർട്ടിക്കുലർ ചെയർസ്. അതായത് ഒരു റെഡ് ചെയർ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ചെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിലോട്ടാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ദോസ് എന്ന് പറയുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ചെയറിലോട്ടാണ് എൻ്റെ അറ്റൻഷൻ പോകുന്നത്. ഇനി ബ്രിങ് ദോസ് ചെയർസ് ക്ലോസർ. ഐ വാണ്ട് ചെയർസ്, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് ചെയർ മതി. അപ്പോൾ ചെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റിലോട്ടാണ് മൂന്നാമത്തെ സെൻറ്റൻസ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്ട്രെസ് ഓൾട്ടർ ചെയ്യുമ്പം നമുക്ക് കൺവേ ചെയ്യുന്ന മീനിങ്ങും അവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സ്ട്രെസ്. Now coming to rhythm, rhythm is a literary device that demonstrates the long and short pattern through stressed and unstressed syllables, particularly in verse form. ഓക്കെ, അപ്പം റിതം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ പോയിട്രീസ് ആസ് എ ലിറ്റററി ഡിവൈസ്. അത് എന്താന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഞാൻ പറഞ്ഞ എന്താണ്, സ്ട്രെസ്ഡ് സിലബിൾസും സ്ട്രെസ്ഡ് വേർഡ്സും അൺസ്ട്രെസ്ഡ് വേർഡ്സും ഉണ്ട്, സ്ട്രെസ്ഡ് സിലബിൾസും അൺസ്ട്രെസ്ഡ് സിലബിൾസും ഉണ്ട്. ഓക്കെ, അപ്പം ചില വാക്കുകൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ആ വാക്കുകളിൽ എന്താണ്, ചിലത് സ്ട്രെസ്ഡ് ആയിരിക്കും, ചിലത് അൺസ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ വാക്കുകളെല്ലാം കൂടി ഒരു സെൻറ്റൻസിൽ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് വരിക.
ഓക്കെ. അപ്പോൾ ചില വാക്കുകളുടെ ചില ഭാഗം സ്ട്രെസ്ഡ് ആയിരിക്കും, അതിൻ്റെ എൻഡിങ് പോർഷൻ അൺസ്ട്രെസ്ഡ് ആയിരിക്കും, മറ്റേതിൻ്റെത് സ്ട്രെസ്ഡ് ആയിരിക്കും, അതിൻ്റെത് മറ്റേതിൻ്റെത് അൺസ്ട്രെസ്ഡ് ആയിരിക്കും. അങ്ങനെ കുറേ വേർഡ്സുകൾ ഇങ്ങനെ കോമ്പിനേഷനായിട്ട് വരുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് സ്ട്രെസ്ഡ് ആയിരിക്കും, ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അൺസ്ട്രെസ്ഡ് ആയിരിക്കും. സെൻറ്റൻസിൽ ഇവയെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ ആ വേർഡ്സ് ഉച്ചരിക്കുമ്പോൾ ചില ഭാഗത്ത് നമ്മുടെ സൗണ്ട് റേസ് ചെയ്തിട്ടും ചില ഭാഗത്ത് നമ്മുടെ സൗണ്ട് ഫോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ റൈസ് ആൻഡ് ഫോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേവ് പോലെ അല്ലെങ്കിൽ ഒരു ഫ്ലോ പോലെ ആ ഒരു പാറ്റേൺ ഉണ്ടാകുമ്പോൾ അവിടെ എന്താണ്, ഒരു റിതം ഫോം ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് റിതം. ഇവിടെ ഐ ആം ഗോയിങ് ഹോം ടുഡേ, ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഐ ആം ഗോയിങ് ഹോം ടുഡേ. ഇവിടെ ഐ സൗണ്ട് സ്ട്രെസ്ഡ്, ദെൻ ഗോയിങ്ങിൽ ഗ സൗണ്ട് സ്ട്രെസ്ഡ്, ഹോം ഇസ് അൺസ്ട്രെസ്ഡ്, പിന്നെ ടുഡേയിൽ ഡ സൗണ്ട് സ്ട്രെസ്ഡ്. ഇതെല്ലാം കൂടി ഒരു പാറ്റേൺ ആയിട്ട് വരുമ്പോൾ അവിടെ ഒരു റിതം ഫോം ചെയ്യുന്നുണ്ട്. ഐ ആം ഗോയിങ് ഹോം ടുഡേ, ഐ ആം ഗോയിങ് ഹോം ടുഡേ. അപ്പോൾ അവിടെ ചില ഭാഗത്ത് നമ്മളത് പ്രോപ്പറായിട്ട് നമ്മുടെ പ്രൊനൗൺസിയേഷൻ, നമ്മുടെ സ്ട്രെസ്സൊക്കെ ഓക്കെ ആയാൽ മാത്രമേ നമുക്ക് ആ റിതം ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് നമ്മുടെ ഇന്ത്യനൈസ്ഡ് ഇംഗ്ലീഷ് അത്ര സ്ട്രെസ്സും കാര്യങ്ങളിലൊന്നും അത്ര കൺസേൺഡ് അല്ലാത്തതുകൊണ്ട് നമുക്കിത് ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകും. ബട്ട് സ്റ്റിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ സ്ട്രെസ്ഡ് വേർഡ്സിനോട്ട് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഐ ആം ഗോയിങ് ഹോം ടുഡേ, ഐ ആം ഗോയിങ് ഹോം ടുഡേ. അപ്പോൾ അവിടെ ഒരു എന്തുണ്ട്, റൈസ് ആൻഡ് ഫോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേണിനെയാണ് നമ്മൾ റിതം എന്ന് പറയുക, അതായത് കോമ്പിനേഷൻ ഓഫ് സ്ട്രെസ്ഡ് ആൻഡ് അൺസ്ട്രെസ്ഡ് സിലബിൾസ്. Then intonation, another aspect of speech sound is intonation. Intonation എന്ന് വെച്ചാൽ in speech, intonation is the use of changing, that is rising and falling vocal pitch to convey grammatical information or personal attitude. ഓക്കെ, ഇൻറ്റൊനേഷൻ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുക നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൺസിഡർ ദ എക്സാമ്പിൾ വെൻ ഡസ് ദ മീറ്റിംഗ് സ്റ്റാർട്ട്. എനിക്കൊരാളെടുത്തൊരു ചോദ്യം ചോദിക്കണം ഞാൻ, വെൻ ഡസ് ദ മീറ്റിംഗ് സ്റ്റാർട്ട്, വെൻ ഡസ് ദ മീറ്റിംഗ് സ്റ്റാർട്ട്. സോ അവിടെ എന്താണ്, എൻ്റെ തുടങ്ങുമ്പോൾ എൻ്റെ സൗണ്ട് വളരെ എന്താണ് ഫോളൻ ആയിട്ടാണ്, ബട്ട് അത് എൻഡ് ചെയ്യുമ്പോൾ അതെന്താണ്, ഒരു മുകളിലോട്ടാണ് പോകുന്നത്. വെൻ ഡസ് ദ മീറ്റിംഗ് സ്റ്റാർട്ട്, സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്, ആൻഡ് മൈ വോയിസ് റേസസ്. ഓക്കെ, അപ്പോൾ അവിടെ വോയിസ് എന്ത് ചെയ്യുന്നുണ്ട്, റേസ് ചെയ്യുന്നുണ്ട്. ദെൻ ബട്ട് ഞാനൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ചോദിക്കുന്നെങ്കിൽ സി വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം ചോദിക്കുമ്പോൾ, അതായത് നമ്മുടെ ആ സിറ്റുവേഷനെ ബേസ് ചെയ്തിരിക്കും. അപ്പം വാട്ട്സ് യുവർ നെയിം ചോദിക്കുന്നതും വാട്ട് ഈസ് യുവർ നെയിം ചോദിക്കുന്നതും ഇറ്റ് വേരീസ്. വാട്ട്സ് യുവർ നെയിം ചോദിക്കുമ്പം അവിടെ വോയിസ് റേസ് ചെയ്യാവാണ്, ബട്ട് വാട്ട്സ് യുവർ നെയിം ചോദിക്കുമ്പോൾ അവിടെ ഇറ്റ് ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കോണ്ടെക്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പിച്ചിൽ വേരിയേഷൻസ് വരുത്താം. ദബൈ വി ക്യാൻ ചേഞ്ച് ദ ടോൺ. ആ ഒരു പിച്ച് വേരിയേഷൻ, അതായത് റൈസിങ് ആൻഡ് ഫാളിങ്ങിനാണ് നമ്മൾ ഇൻറ്റൊനേഷൻ എന്ന് പറയാം. ഇനി ദെൻ വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് റെയിനിങ് ഇസ്ൻ്റ് ഇറ്റ്. അപ്പോൾ ഇറ്റ്സ് റെയിനിങ് ഇസ്ൻ്റ് ഇറ്റ് എന്നുള്ളതിൽ എനിക്കറിയാം മഴ പെയ്യുന്നുണ്ടെന്ന്, ബട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു ഇൻഫോം ദി അതർ പേഴ്സൺ ദാറ്റ് ഇറ്റ്സ് റെയിനിങ്. ഓക്കെ, അപ്പം മഴ പെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, ആൻഡ് ഐ ജസ്റ്റ് വോണ്ട് ടു കൺവേ ദാറ്റ് ഐഡിയ ടു ദ അതർ പേഴ്സൺ. അപ്പം മഴ പെയ്യുന്നുണ്ടല്ലേ, ആ ഒരു ഐഡിയ ആണ് ഇവിടെ കൺവേഡ് ആകുന്നത്. ഇറ്റ്സ് റെയിനിങ് ഇസ്ൻ്റ് ഇറ്റ്, ഇറ്റ്സ് റെയിനിങ് ഇസ്ൻ്റ് ഇറ്റ്, ആ ഒരു മീനിങ് ആണ്. ഓക്കെ, ഇനി മഴ പെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയണം. ഈ സെയിം സെൻറ്റൻസ് തന്നെ ഉദ്ദേശിച്ച് ഈ സെയിം സെൻറ്റൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ മഴ പെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. അപ്പം ഇറ്റ്സ് റെയിനിങ് ഇസ്ൻ്റ് ഇറ്റ്, അതെന്താണ്, മഴ പെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, ഇനി അതിനെ നമ്മളെങ്ങനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റുന്നു, ഇറ്റ്സ് റെയിനിങ്. അപ്പോൾ എന്താണ്, അവിടെ ഒരു ക്വസ്റ്റ്യൻ ഫോമിലാണ് ഞാനത് ചോദിക്കുന്നത്. ഇറ്റ്സ് റെയിനിങ്, മഴ പെയ്യുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ മഴ പെയ്യുന്നുണ്ട് അല്ലേ, ആ വാക്കും മഴ പെയ്യുന്നുണ്ടോ അതും സെയിം ഈ സെൻറ്റൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ദ മാജിക് ഓഫ് വാട്ട് ഇൻറ്റൊനേഷൻ. അല്ലെങ്കിൽ ആ റൈസും ഫോളും മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് എങ്ങനെ സെൻറ്റൻസുകളെ ക്വസ്റ്റ്യനായിട്ടും ക്വസ്റ്റ്യൻസിനെ എങ്ങനെ സെൻറ്റൻസ് ആക്കിയിട്ടും ആൾട്ടർ ചെയ്യാം. അതാണ് ഇൻറ്റൊനേഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കുറച്ച് ആസ്പെക്ട്സ് വിച്ച് ആർ റിലേറ്റഡ് ടു ലാംഗ്വേജ് അല്ലെങ്കിൽ സ്പീച്ച് സൗണ്ട്സ്. അപ്പോൾ ടോൺ, intonation and rhythm. Okay then, thank you.